Guys, welcome back to my YouTube channel. So let's start. അപ്പോൾ ഗൈസ് എവിടം ആയി ബോർഡ് എക്സാം പ്രിപ്പറേഷൻ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉള്ളതുകൊണ്ട് ആകെ തലയ്ക്ക് പട്ട് പിടിച്ചിരിക്കുന്ന എന്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ തോന്നുന്നു +1 വഴിക്ക് പഠിച്ചാൽ മതിയായിരുന്നു. +1 വഴിക്ക് ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്ട്രെസ്സ് വരത്തില്ലായിരുന്നു, ഇത്രയും ഒരു കോൺഫിഡൻസ് വന്നേനെ. എല്ലാം കൂടെ ഒരു +2 അത്യാവശ്യം നല്ല ബേർഡനായിട്ട് സത്യം പറഞ്ഞാൽ +2നെ അപേക്ഷിച്ച് +1 ഒന്നും ഇല്ല. ലൈക്ക് കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് പിന്നെ നമുക്ക് ഈക്വൽ ആണെങ്കിലും പറയാം. മാത്സ് ആണെങ്കിൽ പോലും കെമിസ്ട്രി ആണെങ്കിലും അത്യാവശ്യം സിമ്പിൾ സാധനം എനിക്ക് +1 കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് എന്നൊരു സാധനമാണ്. കാരണം ഒരു ദിവസം ഇത്രയും സ്പീഡിൽ സമയം പോകുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. കേട്ടോ, ഇങ്ങനെ ഒരു ചാപ്റ്റർ തുടങ്ങും തീരുമ്പോഴേക്കും ഒരു 3 മണിക്കൂർ വൈകി. ലൈക്ക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഞാൻ കംപ്ലീറ്റ് അങ്ങനെ കിടക്കണം. അപ്പം അത് ഞാനൊരു എന്താ പറയുക, ഇതെൻ്റെ കെമിസ്ട്രിയുടെ ഓർഗാനിക്കിന് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയ നോട്ടാണ്. ഇതിൽ സത്യം പറഞ്ഞാൽ ഡീറ്റെയിൽഡ് നോട്ടുണ്ട്, പിന്നെ മൈൻഡ് മാപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനമുണ്ട്. അത് നമ്മുടെ അനന്തു സാറ് ഉണ്ടാക്കി തന്ന ആ ഒരു ഏരിയ. ലൈക്ക് അങ്ങനത്തെ ഇത് സത്യമാണ് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ചാപ്റ്റർ അത്യാവശ്യം സെറ്റിലായിട്ട് പോകുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ എൻ്റെ ഓർഗാനിക്കിലെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സോ ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ എന്താ പറയുക, പഠിച്ച തീരാറായോ എന്നൊക്കെ ചോദിച്ചാൽ തീരുന്നില്ല. അതാണ് പ്രശ്നം, തീരുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. അതാണ് പ്രശ്നം. ഒരു ചാപ്റ്ററിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. തീരുന്നില്ലെന്നാണ് സത്യം. മറ്റൊരു സത്യം, തീരുന്നില്ല. പഠിച്ചിട്ടും ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് കിട്ടിയില്ല. അപ്പം ഇത് കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ ആ ചാപ്റ്റർ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. മര്യാദയ്ക്ക് ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെന്ന് വെച്ചാൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നൊരു സത്യമാണ്. അങ്ങനത്തെ കുറേ ടോപ്സ് മൈൻഡിലേക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ എങ്ങനെ അവസ്ഥ എന്നൊന്ന് പറയട്ടോ താഴെ, ഒരു സമാധാനം കിട്ടട്ടെ എന്ന്. പിന്നെ വേറെ എനിക്കറിയത്തില്ല ഗൈസ്, ഞാനിവിടെ കെമിസ്ട്രി 6 എനിക്കറിയത്തില്ല. ഞാൻ മോഡൽ എക്സാമിന് തന്നെ ചെറിയ മിസ്റ്റേക്സുകൾ വരുത്തിയെന്ന് വെച്ചാൽ അറിയാവുന്ന സാധനം കുറേ ചെറുതായിട്ട് മിസ്റ്റേക്സ് തെറ്റിച്ചിട്ടുണ്ട്. പിന്നെ കെമിസ്ട്രിയിലാണെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് ഓർഗാനിക് എഴുതിയ സാധനം എല്ലാം കറക്റ്റായിരുന്നു, ആൻസർ നോക്കിയപ്പോൾ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പോയപ്പം ഓർഗാനിക്കിൻ്റെ ഭാഗത്തെല്ലാം കറക്റ്റായിരുന്നു. പിന്നെ ചെയ്ത ന്യൂമറിക്കലും സെറ്റായിരുന്നു. അപ്പം മനസ്സിലൊരു സന്തോഷം, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു ഇതായി. പിന്നെ ഉള്ളത്, ഞാൻ കെമിസ്ട്രിയിലൊന്നും പഠിക്കാതെ പോയെന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയുടെ പരീക്ഷയുടെ സമയത്ത് ഞാൻ പറയാം, മോഡൽ എക്സാമിൻ്റെ സമയത്ത് നാളെ കെമിസ്ട്രി പരീക്ഷയാണ് ചോദിച്ചു, ഇന്ന് രാത്രി. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ പഠിക്കാനൊക്കെ തീരുമാനിച്ച് നിൽക്കുമ്പോൾ കണ്ടമാനം ഉറക്കം വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് രാവിലെ അലാറം അടിച്ചില്ല, ഒന്നും അടിച്ചില്ല. എഴുന്നേറ്റപ്പോൾ 6:30. പിന്നെ മറ്റേ ചിട്ടി റോബോട്ട് പോലായിരുന്നു സത്യം പറഞ്ഞ സൗണ്ട്. നല്ല ഇങ്ങനെ പെട്ടെന്ന് ഓരോ റിയാക്ഷൻ ഇങ്ങനെ വായിച്ച് വിട്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ റിവിഷൻ ചെയ്താലും ഗുണം സത്യം പറഞ്ഞുണ്ട്. കാരണം പഠിച്ച് ചാപ്റ്റർ പ്രത്യേകിച്ച് എനിക്ക് എഴുതാൻ പറ്റി, അതൊരു സന്തോഷമായിരുന്നു. പിന്നെ ഫസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് മറ്റേ അസേഷൻ, അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ നീക്കിനൊക്കെ. പിന്നെ CBSEക്കൊക്കെ ചോദിക്കുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, മറ്റേ അസേഷൻ, മറ്റേ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് റീസൺ തന്നിട്ട്
നമ്മളിങ്ങനെ ഏത് സ്റ്റേറ്റ്മെൻറ്റ് അത് ഇത് ശരിയാണോ ഇത് തെറ്റാണോ ഇതിങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളങ്ങനെ ചോദിക്കാത്ത, പക്ഷേ തവണെല്ലാം പാറ്റേൺ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ അന്ന് കത്തിയില്ലായിരുന്നു. ഞാൻ കുറേ വട്ടം ചിന്തിച്ചതാണ്, ആ മൈൻഡിൽ വന്നിട്ട് ഞാൻ എഴുതിയില്ല. ലാസ്റ്റ് എഴുതാമെന്ന് വെച്ച് വിട്ടുപോയി. പിന്നെ അങ്ങനെ കുറേ മിസ്റ്റേക്സുകളുടെ മോഡൽ എക്സാം എഴുതിയത് കൊണ്ട് ഒരു ഗുണമെന്ന് വെച്ചാൽ മാർക്കൊന്നും കിട്ടിയില്ല. സബ്ജക്റ്റിന് ലാംഗ്വേജിന് കിട്ടി, അതിൽ ലാംഗ്വേജ് ഒന്നും പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിൻ്റെ മാർക്കൊന്നും കിട്ടിയില്ല. അപ്പം ആൻസർ നോക്കിയപ്പോൾ ഏകദേശമൊക്കെ കുഴപ്പമില്ലാത്തൊരു ഇതേ ഉള്ളൂ. കാരണം 100% ഞാൻ കൊടുത്തില്ലല്ലോ. മോഡൽ എക്സാം നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സാം പാറ്റേൺ മനസ്സിലാക്കാം, പക്ഷെ കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുണ്ടെന്ന് മനസ്സിലായി. പിന്നെ എവിടം വരെ ആയെന്ന് നിങ്ങൾ പറയട്ടോ. പിന്നെ മോഡൽ എക്സാമിൻ്റെ മാർക്ക് വെച്ചല്ല നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ മാർക്ക് തീരുമാനിക്കുന്നത്. സോ മോഡൽ എന്ത് കിട്ടിയാലും പബ്ലിക്കിന് വേറെ നല്ലൊരു മാർക്ക് എന്തായാലും കിട്ടും. അത് വെച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, +1 സത്യം പറഞ്ഞാൽ മുക്കാൽ മണി കിട്ടി. കാരണം അവരുടെ ക്വസ്റ്റ്യൻ പിന്നെ കംപ്ലീറ്റ് പാറ്റേൺ മാറിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ സാറുമാരൊക്കെ പറഞ്ഞു കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ പോലും നല്ല അത്യാവശ്യം നല്ല ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. പിന്നെ മാത്സും ഫിസിക്സ് എനിക്കൊന്നും കുഴപ്പമില്ല. പിന്നെ മാത്സ് ആണെങ്കിൽ പോലും ആവറേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് എനിക്കറിയത്തില്ല. പിന്നെ എക്സാം ടോക്സ് ഇത്രേ ഉള്ളൂ. പിന്നെ ഫിസിക്സ് കുഴപ്പമില്ലെന്നേ ഉള്ളൂ. പ്രിപ്പറേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, തീർന്നിട്ടില്ല. അത് മറ്റൊരു സത്യം. അവസാനത്തെ ചാപ്റ്ററാണ് എനിക്ക് ചറപ്പ് ചാപ്റ്റർ. അവസാനത്തെ 4 അല്ല 3 11, 12 അല്ലല്ലോ 4 11, 12, 13, 14 എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ മറന്നു പോയിട്ട്. അപ്പം അതും സെറ്റ് ആക്കണം. പിന്നെ വേറെ നിങ്ങൾക്ക് എവിടം വരെ ആയെന്ന് പറയാം. തീരുന്നില്ല സാധനം. കെമിസ്ട്രി ആണെങ്കിൽ കരയാൻ തോന്നുന്നു. ഒന്നും തീരുന്നില്ല. ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാൻ കിടക്കുന്നു, +1 മാത്സ് കിടക്കുന്നു. ഇംഗ്ലീഷ് ഞാൻ വട്ടപൂജ്യമാണ്. സോ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം. ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ ഇത്ര ഉള്ളു വീഡിയോ. നിങ്ങളൊക്കെ എന്താണ് അവസ്ഥ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത്ര ഉള്ള വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക നല്ല ടൈപ്പ് എക്സാം റിലേറ്റഡ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 1K അടിക്കാറായെന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ 933 അത്രയും പറഞ്ഞിട്ട് നിങ്ങളാരും പിന്നെ അങ്ങോട്ട് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 1K ആക്കാൻ പറയുന്നില്ല കേസ്. കാരണം 1K ആവത്തില്ല. ഞാൻ പറയുന്നതിന് ഓപ്പോസിറ്റ് നടക്കുന്നുണ്ട്. സോ 1K ആവുന്നില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടം. അപ്പം ഞാൻ വീണ്ടും പറയുന്നില്ല, വെറുപ്പിക്കുന്നില്ല. ബൈ ഗൈസ്.